നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളം ജലാശയങ്ങളുടെ നാടാണല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ ജലാശയങ്ങളും സ്മാരകങ്ങളാണ്. കേരളത്തിലെ കുളങ്ങളിൽ 60% ഇന്ന് നികത്തിക്കഴിഞ്ഞു. അതിനാൽ തന്നെ കുളങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഇന്ന് മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓർമ്മകളുള്ള ചില മനുഷ്യരെങ്കിലും ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈക്കത്തെ ദളവാക്കുളം. ചരിത്രകാരൻ NK ജോസാണ് ദളവാക്കുളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 നൂറ്റാണ്ട് മുമ്പ് സനാതന വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് വൈക്കം ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറിയ ഒരു സംഘം ഈഴവ യുവാക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് ദളവാക്കുളം. വേലുത്തമ്പി ദളവയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഈ മഹാപാതകം ചെയ്തത്. ദളവാക്കുളം ഇന്ന് പൂർണ്ണമായും വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടിയിലായിപ്പോയി. അതുപോലെ തന്നെ കൊല്ലത്ത് കീഴാളന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട മറ്റൊരു കുളമുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നിടത്ത് ഭാഗികമായി നികത്തപ്പെട്ട കമ്മാങ്കുളം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. കമ്മാങ്കുളവും കല്ലുമാല സമരവും. കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അഞ്ചാലുമൂട്ടിലേക്ക് തിരിയുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായി ലോകപ്രശസ്ത വാസ്തുശില്പി ലാറി ബേക്കറിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്ഥാന മന്ദിരം തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ സമീപത്ത് തന്നെ പടവുകളും വശങ്ങളും കരിങ്കൊല്ലുകൊണ്ട് കെട്ടിയ ഒരു ചെറിയ കുളവും കാണാം. ആ കുളം മുമ്പ് അങ്ങനെയായിരുന്നില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കെട്ടിടം നിൽക്കുന്നത് പാതി നികത്തിയ ഒരു കുളത്തിന് മുകളിലാണ്. കൊടും വേനലിലും വറ്റാത്ത കുളത്തിൻ്റെ ഉത്ഭവം തേടിപ്പോയാൽ നമ്മൾ ചെന്ന് നിൽക്കുക അവകാശ സമര ചരിത്രത്തിൽ ചോര കൊണ്ടെഴുതിയ ഒരു അധ്യായത്തിലാണ്. 111 വർഷം മുമ്പ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ചെറിയ കുളം. ആ കുളത്തിൻ്റെ പേര് കമ്മാങ്കുളം എന്നായിരുന്നു. പട്ടിക്കും പൂച്ചയ്ക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യം പോലും അനുഭവിക്കാൻ കഴിയാത്ത സാധു മനുഷ്യർ, സൂര്യൻ ഉദിച്ച് അസ്തമിച്ചാലും പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ, അരവയർ കഞ്ഞിക്കായി അടിമുതൽ മുടിവരെ രക്തം വെള്ളമാക്കിയവർ, സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ ഭാഗ്യമില്ലാത്തവർ, അവരുടെ പെണ്ണുങ്ങൾ അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കാൻ പാടില്ലാത്തവർ, മാറിൽ കല്ലുമാലയല്ലാതെ മറ്റൊന്നും അണിയാൻ അവകാശമില്ലാത്തവർ, സ്വതന്ത്രമായി വഴി നടക്കാൻ അനുമതിയില്ലാത്തവർ, തലയുയർത്തി പിടിച്ചു നടക്കാൻ അനുവാദമില്ലാത്തവർ, എങ്ങാനും മാറുമറച്ചു പോയാൽ അതിന് മുലക്കരമൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യർ, എന്തിനേറെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പേരുപോലും നൽകാൻ സ്വാതന്ത്ര്യമില്ലാത്ത അടിയാളർ തിരുവിതാംകൂറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും വയലോരങ്ങളിലും കണ്ണീര് കുടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അടിമത്ത ജീവിതം നയിച്ചിരുന്ന അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്മാരകമാണ് കമ്മാങ്കുളം. കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലിനും അനീതികൾക്കുമെതിരെ നടത്തിയ ജനകീയ പോരാട്ടങ്ങളുടെ പരമ്പര കൂടിയാണ്. ഐതിഹാസികമായ കല്ലുമാല സമരം അതിലേറ്റവും ചരിത്രപരവും നിർണായകവുമായ ഒന്നാണ്. അത് കേവലം ആഭരണധാരണവുമായി ബന്ധപ്പെട്ട അവകാശ പോരാട്ടമായിരുന്നില്ല, മറിച്ച് മനുഷ്യാന്തസ്സിൻ്റെയും സാമൂഹ്യ സമത്വത്തിൻ്റെയും ഒരു സമരഗാഥയായിരുന്നു. പ്രതിരോധത്തിൻ്റെ ചരിത്രമായിരുന്നു. കീഴാളരെന്ന് ഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അക്കാലത്ത് മാറുമറയ്ക്കുന്നതിനോ കാൽമുട്ടിന് താഴെ വരെ ഇറക്കമുള്ള വസ്ത്രം ധരിക്കുന്നതിനോ അവകാശമുണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല, തങ്ങൾ അടിമകളാണ് എന്നറിയിക്കുവാൻ അവർ അടിമ അടയാളങ്ങളായി കനം കൂടിയ കല്ലുകളും ലോഹങ്ങളും കൊണ്ട് തീർത്ത കല്ലുമാല എന്നറിയപ്പെട്ട കനത്ത ചങ്ങലകൾ മാടുകളെപ്പോലെ ചുമന്നു നടക്കാൻ വിധിക്കപ്പെട്ടിരുന്നു. എപ്പോഴൊക്കെ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാനോ കല്ലയും മാലയും ഒഴിവാക്കാനോ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ അവർക്ക് മേൽജാതിക്കാരുടെ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. തിരുവിതാംകൂറിൽ മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ ജാതി ഉന്മൂലന പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടന്നു വന്നിരുന്ന കാലം. അതിൻ്റെ അലയൊലികൾ ഇങ്ങ് കൊല്ലത്തേക്കും പടർന്നു പിടിച്ചു. കൊല്ലത്തെ സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്ന ഗോപാലദാസൻ എന്ന ഹരിജൻ നേതാവ് നാം ആത്മാഭിമാനമുള്ളവരായി മാറണമെന്നും അതിന് കല്ലയും മാലയും ഉപേക്ഷിക്കണമെന്നും പുലയ കുടിലുകൾ തോറും കയറി ഇറങ്ങി അവിടങ്ങളിലെ സ്ത്രീകളോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെ നാളത്തെ നിരന്തരമായ അധ്വാനത്തിലൂടെ കല്ലയും മാലയും പൊട്ടിച്ചെറിഞ്ഞു മാറുമറച്ച് സ്വതന്ത്രരായി മാറാൻ ഒരു ജനതയെ അദ്ദേഹം സജ്ജരാക്കി. അതിനായി ഗോപാലദാസൻ പെരിനാട് പ്രദേശത്ത് കല്ലയും മാലയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിനായി ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രചരണാർത്ഥം
പെരിനാടിൻ്റെ സമീപ പ്രദേശങ്ങളായ പ്രാക്കുളം, തൃക്കരുവ, അഞ്ചാലുംമൂട്, പനയം തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വിപുലമായ യോഗം ചേരുന്നതിന് പരിശ്രമിച്ചു. എന്നാൽ ഇവിടങ്ങളിലൊന്നും സമ്മേളനം നടത്തുന്നതിനുള്ള അനുവാദം പ്രകോപിതരായ നായർ പ്രമാണിമാർ നൽകിയില്ല. അവസാനം പെരിനാട് കുഴിയമെന്ന സ്ഥലത്ത് മാമ്പുഴ ബംഗ്ലാവിൽ ഗോവിന്ദപിള്ള വക പ്ലാവിള പുരയിടത്തിൽ യോഗം നടത്താനുള്ള വേദി കണ്ടെത്തി. അങ്ങനെ 1915 ഒക്ടോബർ 24 ഞായറാഴ്ച ദിവസം ആ മഹാസമ്മേളനം ആരംഭിച്ചു. 5000-ലധികം പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അക്കാലത്ത് പുലയ സമുദായത്തിലെ സ്ത്രീകൾ അടിമചിഹ്നങ്ങൾ അറുത്തെറിയുന്നത് ആചാരലംഘനമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പ്രമാണിമാർ തയ്യാറല്ലായിരുന്നു. ഇത് മുമ്പേ തിരിച്ചറിഞ്ഞ സമരനായകൻ ഗോപാലദാസൻ തൻ്റെ ജനങ്ങളോടൊരു പ്രഖ്യാപനം നടത്തി. നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മുടെ കുടിലുകൾ തീ വയ്ക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ആയുധമായ അരിവാളുകൾ എടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടുമൊപ്പം സമ്മേളന സ്ഥലത്തെത്തുക. ഈ സമരം നമുക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ നാട്ടിലെ സ്വതന്ത്രമായ വായു ശ്വസിക്കണം. അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടുമൊപ്പം അരിവാളുകളുമേന്തി യോഗത്തിനെത്തി. യോഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സംഘം നേതാവ് ടി വിശാഖം ദേവൻ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റു. പ്രാർത്ഥന ആരംഭിച്ചതും സവർണർ ഗോപാലദാസിനെ വധിക്കാനായി ഏർപ്പാടാക്കിയ നല്ലേരി കൂരിനായർ എന്ന റൗഡി വേദിയിലേക്ക് ഓടിക്കയറി. കയ്യിൽ കരുതിയിരുന്ന ഉലക്ക കൊണ്ട് വിശാഖം ദേവനെ അടിച്ചു. തേവന്റെ കാലുകൾക്കാണ് അടികൊണ്ടത്. നിമിഷനേരം കൊണ്ട് തേവൻ മറിഞ്ഞു വീണു. ലക്ഷ്യം പാളിയ കൂരിനായർ ഗോപാലദാസിന് നേരെ കുതിച്ചു. അത് കണ്ട പുലയ സമുദായത്തിലെ സഹോദരിമാർ തങ്ങളുടെ അരിവാളുകൾ കൊണ്ട് കൂരിനായരെ തുണ്ടം തുണ്ടമാക്കി. അവരെ ആക്രമിക്കുവാനായി ഇരുട്ടിൽ മറഞ്ഞിരുന്ന സവർണ പ്രമാണിമാർ ഇറങ്ങി ഓടി. എങ്കിലും യോഗം അലങ്കോലപ്പെട്ടു പിരിഞ്ഞു. ജന്മിമാർ സംഘടിച്ചെത്തി പുലയ കുടിലുകൾക്ക് തീ കൊളുത്തി. നിരവധി വീടുകൾ വെണ്ണീറായി. വളർത്തുമൃഗങ്ങളെപ്പോലും അരുങ്കൊല ചെയ്തു. വെന്തുവീണ കുമിൾ കുടലുകൾക്കിടയിൽ നിന്നും അടിമ ജനത പ്രാണനും കൊണ്ട് പുറത്തേക്കോടി. ഗോപാലദാസിന്റെ നേതൃത്വത്തിൽ സംഘടിതരായ അവർ നിൽക്കക്കളിയില്ലാതെ ചില തമ്പുരാക്കന്മാരുടെ മാളികകളും ആക്രമിച്ചു. പ്രാണരക്ഷാർത്ഥം പലരും നാടുവിട്ടു. ഒടുവിൽ ഗോപാലദാസനും സുഹൃത്തായ കുഞ്ഞോലും വിശാഖം ദേവനും വേങ്ങാനൂരെത്തി മഹാത്മാ അയ്യങ്കാളിയെ കണ്ട് തങ്ങളുടെ ദുരവസ്ഥ അറിയിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അതിലൊരു പോംവഴി അനുരഞ്ജനമാണെന്ന് മനസ്സിലാക്കിയ അയ്യങ്കാളി വിശാഖം ദേവൻ ഒഴികെയുള്ളവരെ തിരിച്ചയച്ച ശേഷം ദിവാൻ എം കൃഷ്ണൻ നായരെ സന്ദർശിച്ച് പെരിനാട്ടിലുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും ഒരു സമാധാന സമ്മേളനം ചേരുന്നതിൻ്റെ ആവശ്യകത ദിവാനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ദിവാൻ കൊല്ലം സർക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനത്തിന് ഭംഗം വരാത്ത വിധം എല്ലാവിധ സംരക്ഷണവും അദ്ദേഹത്തിന് ഉറപ്പു നൽകി. അയ്യങ്കാളിയുടെയും ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെയും കൂട്ടായ ശ്രമത്തിലൂടെ സർക്കാർ മുഖാന്തരം തന്നെ ജന്മികളുടെയും സവർണ മാടമ്പിമാരുടെയും അക്രമ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടു. അത് സവർണരെ കൂടുതൽ രോഷാകുലരാക്കി. അയ്യങ്കാളിയെ കണ്ട് തിരികെ മടങ്ങിയ ഗോപാലദാസനെയും കുഞ്ഞോലിനെയും അതിനുശേഷം ആരും കണ്ടിട്ടില്ല. ആ വിപ്ലവകാരികളെ കലിയടങ്ങാത്ത സവർണ മാടമ്പികൾ ജീവനോടെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി കൊന്നുകളഞ്ഞു. അതറിഞ്ഞ് വിശാഖം ദേവനൊപ്പം കൊല്ലത്തെത്തിയ മഹാത്മാ അയ്യങ്കാളി ഗോപാലദാസന്റെ ലക്ഷ്യം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മുടങ്ങിപ്പോയ യോഗം വീണ്ടും വിളിച്ചുകൂട്ടി കല്ലുമാലകൾ പൊട്ടിച്ചെറിയുക തന്നെ വേണമെന്നും വേട്ടയാടപ്പെട്ട ജനതയോട് പ്രഖ്യാപിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്ന ജനം അയ്യങ്കാളിയെ വിശ്വസിച്ച് തിരികെ വന്നു. തങ്ങൾക്ക് യോഗം കൂടാൻ ഒരു സ്ഥലം അന്വേഷിച്ച് അയ്യങ്കാളി നാടാകെ അലഞ്ഞു. ആരും സ്ഥലം അനുവദിക്കരുതെന്നായിരുന്നു സവർണറുടെ ഉത്തരവ്. പക്ഷേ അന്ന് കൊല്ലം പീരങ്കി മൈതാനത്ത് സർക്കസ് കമ്പനി നടത്തിയിരുന്ന തലശ്ശേരിക്കാരിയായ രത്നാഫായി എന്ന ദളിത് സ്ത്രീ തൻ്റെ സർക്കസ് കൂടാരം യോഗത്തിന് വിട്ടു നൽകാൻ തയ്യാറായി. അങ്ങനെ ഇന്നത്തെ കൊല്ലം പീരങ്കി മൈതാനത്ത് രത്നാഫായുടെ ഉടമസ്ഥയിൽ നടന്നുകൊണ്ടിരുന്ന സർക്കസ് കൂടാരത്തിൽ വെച്ച് 1915 ഡിസംബർ 19 ഞായറാഴ്ച ചരിത്രപ്രസിദ്ധമായ ആ യോഗം ചേർന്നു. ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, ഗവൺമെൻറ് സെക്രട്ടറി വിയറ സായിപ്പ്, ജഡ്ജി രാമൻ തമ്പി, വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താൻ എന്നിവർ നേതൃത്വം കൊടുത്തു. സമ്മേളന സ്ഥലം പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 4000-ലധികം പേർ അവിടെ ഒത്തുകൂടി. യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയാണ്. ഹരിജനങ്ങളും നായന്മാരും സഹകരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പരമേശ്വരൻപിള്ള വിശദീകരിച്ചു. കല്ലുമാല ബഹിഷ്കരണത്തിന് പെരിനാട് സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അയ്യങ്കാളി തൻ്റെ പ്രസംഗത്തിൽ കൂടി വിശദീകരിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി എന്നിവർ തങ്ങളുടെ സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടത്തിയ ബോധവൽക്കരണം പോലെ എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന അപരിഷ്കൃതമായ വേഷഭൂഷാദികൾ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അർദ്ധനഗ്നരായി നടക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ അവരുടെ മാറിടങ്ങൾ മറച്ചിരിക്കുന്നത് കല്ലയും മാലയും കൊണ്ടാണ്. ആയതുപേക്ഷിച്ച് അവർ മറ്റുള്ള സ്ത്രീകളെപ്പോലെ റൗക്ക ധരിച്ച് മാന്യമായി നടക്കണം. തിരുവിതാംകൂറിൽ സാധുജന പരിപാലന സംഘം ഇടപെട്ട് ഈ ആഭരണങ്ങൾ ധരിക്കുന്നത് ഇക്കാലം കൊണ്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നതായും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അയ്യങ്കാളുടെ പ്രസംഗം അവസാനിച്ചപ്പോൾ സദസ്സൊന്നടങ്കം ആവേശത്തോടെ കരഘോഷം മുഴക്കി. കല്ലയും മാലയും ധരിച്ചു വന്ന സ്ത്രീകൾ രണ്ടുപേരോട് സ്റ്റേജിലേക്ക് വരുവാനും തങ്ങളുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ പൊട്ടിച്ച് സ്റ്റേജിന് താഴെയിടുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിമിഷങ്ങൾക്കകം 2 സ്ത്രീകൾ അരികിലേക്ക് വരികയും കഴുത്തിലും കാതിലും അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ ഊരി അവിടെ എറിയുകയും ചെയ്തു. പിന്നീട് സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളും നൂറ്റാണ്ടുകളായി തങ്ങൾ ചുമന്നിരുന്ന, തങ്ങളുടെ തലമുറകൾ ചുമന്നിരുന്ന തങ്ങളുടെ അടിമത്ത ചിഹ്നങ്ങൾ അവിടെ പൊട്ടിച്ചെറിഞ്ഞു. അതോടെ സ്റ്റേജിലിരുന്ന നേതാക്കളെ കാണാൻ പറ്റാത്ത വിധം അവിടെ കല്ലയും മാലയും കൂമ്പാരമായി. അതിനുശേഷം അയ്യങ്കാളി നൽകിയ റൗക്ക ധരിച്ച് ജീവിതത്തിൽ ആദ്യമായി സ്വതന്ത്രരായി അവർ തലയുയർത്തി നിവർന്നു നിന്നു. പിന്നീട് ആ ചരിത്ര നിമിഷത്തെക്കുറിച്ച് കുമാരനാശാൻ വിവേകോദയത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിന്റെ തലവാചകം ലഹളയെ നീ തന്നെ പരിഷ്കർത്താവെന്നായിരുന്നു. കല്ലുമാല സമരം വിജയകരമായി അവസാനിച്ചുവെങ്കിലും കൂരിനായരെ കൊന്നതിൻ്റെയും തമ്പുരാക്കന്മാരുടെ വീടാക്രമിച്ചതിൻ്റെയും പേരിൽ നിരവധി ദളിതർക്കെതിരെ കേസെടുത്തു. എതിർ കേസുകളും ഫയൽ ചെയ്യപ്പെട്ടു. സ്ത്രീകളുടെ പേരിലും പോലീസ് കേസെടുത്തിരുന്നു. അയ്യങ്കാളി പല വക്കീലന്മാരെയും സമീപിച്ചു. ആരും കേസെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അഡ്വക്കേറ്റ് ഇലഞ്ഞിക്കൽ ജോൺ, TM വർഗീസ് എന്നിവർ കേസ് നടത്താമെന്ന് സമ്മതിച്ചു. കേസ് വിധി വന്നു. അവർണരിൽ ചിലരെയും 12 സവർണരെയും ശിക്ഷിച്ചു. കേസ് വാദിച്ച വക്കീലന്മാർക്ക് കൊടുക്കാൻ ആ സാധുക്കളുടെ കയ്യിൽ പണമില്ലായിരുന്നു. വക്കീൽ ഫീസ് വേണ്ട എന്ന് ഇലഞ്ഞിക്കൽ ജോണും TM വർഗീസും ആവർത്തിച്ചു പറഞ്ഞിട്ടും അഭിമാനികളായ പുലയർ സമുദായം അതിന് തയ്യാറല്ലായിരുന്നു. വക്കീലിന് നൽകാൻ പണമില്ലെങ്കിലും ഞങ്ങളുടെ അധ്വാനമെങ്കിലും വാങ്ങണം എന്നായി അവർ. അങ്ങനെ TM വർഗീസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വീട്ടുപരിസരത്ത് കേസിലെ വിധിയുടെ സ്മാരകമായി നിർമ്മിച്ചതാണ് വറ്റാത്ത നീരുറവയോടെ കമ്മാൺകുളം. നാണം മറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിനാൽ കേസിൽ പെട്ടുപോയ പ്രതികൾ നൽകിയ വക്കീൽ ഫീസ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്ര സ്മാരകമായ കുളത്തിന്റെ വശങ്ങളിൽ 53 സാധുക്കളായ കുടുംബങ്ങൾ കുടിലുകെട്ടി താമസിച്ചിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയും മുണ്ടക്കൽ പാപനാശത്തിന് സമീപം അവർക്ക് ഭൂമി നൽകുകയും ചെയ്തു. 50 സെന്റിൽ നിറഞ്ഞു നിന്ന കുളം പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. അങ്ങനെ നികത്തിയെടുത്ത സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചു. അടുത്ത കാലത്ത് പടവുകൾ കെട്ടി കുളം സംരക്ഷിച്ചുവെങ്കിലും ഈ സമര സ്മാരകം തുലവും ചെറുതായിപ്പോയി. ജലസ്രോതസ് എന്ന മൂല്യത്തെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ്, അവിസ്മരണീയമാണ് അവയ്ക്ക് പിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വീരസ്മൃതികളും ചരിത്ര പാഠങ്ങളും. പെരിനാട് സമരഭൂമിയും കമ്മാങ്കുളവും കേരള നവോത്ഥാന ചരിത്രത്തിലെ വീറുറ്റ ആത്മാഭിമാന പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന അടയാളങ്ങളാണ്. അവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എത്ര മറച്ചാലും മണ്ണിട്ട് മൂടിയാലും ഓർമ്മകൾ നഷ്ടപ്പെടാത്ത ജനതയിലൂടെ ഉജ്ജ്വല സമരങ്ങൾ പുനർജനിക്കുക തന്നെ ചെയ്യും. ചരിത്രവും ഓർമ്മ ദിനങ്ങളും തിരിച്ചറിവുകൾക്ക് കൂടിയുള്ളതാവട്ടെ. കൊല്ലം പട്ടണത്തിൽ നിന്നും അഞ്ചാലുമൂട് വഴി കുണ്ടർ റൂട്ടിൽ ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരിനാട് കുഴിയത്ത് ഏവർക്കും കാണാവുന്ന കാപ്പെക്സിന്റെ കശുവണ്ടി ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ഭൂമിയാണ് ചരിത്രമുറങ്ങുന്ന പെരിനാട് സമരഭൂമി. അതും ചരിത്ര സ്മാരകമെന്ന അടയാളങ്ങൾ ഏതുമില്ലാതെ. വരും തലമുറയ്ക്ക് അവകാശ സമരത്തിന്റെ അഭിമാനബോധം ഉണർത്തുന്നതിനായിട്ടെങ്കിലും ശേഷിക്കുന്ന കമ്മാങ്കുളമെങ്കിലും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ